ലോകത്തെ അമ്പരപ്പിച്ച ഒരു എഞ്ചിനീയറിംഗ് വിസ്മയമാണ് ജപ്പാനിലെ കൻസായി അന്താരാഷ്ട്ര വിമാനത്താവളം. കടലിൽ കൃത്രിമ ദ്വീപുകൾ നിർമ്മിച്ച് അതിൽ ഒരു വിമാനത്താവളം പണിതത് ജപ്പാന്റെ സാങ്കേതിക മികവിന്റെ ഒരു ഉത്തമ ഉദാഹരണമായിരുന്നു. എന്നാൽ ഈ അത്ഭുത നിർമ്മിതി ഇപ്പോൾ വലിയൊരു ഭീഷണി നേരിടുകയാണ്. ഈ വിമാനത്താവളം പതിയെ കടലിലേക്ക് താഴ്ന്നുകൊണ്ടിരിക്കുന്നു. ഒരു ദുരന്തത്തിന്റെ ഓർമ്മപ്പെടുത്തൽ 2018 ആഞ്ഞുവീശിയ ജെബി ചുഴലിക്കാറ്റ് കൻസായി വിമാനത്താവളത്തെ വെള്ളത്തിലാഴ്ത്തി. വിമാനത്താവളം താൽക്കാലികമായി അടച്ചിടേണ്ടി വന്നു. ഈ സംഭവം വിമാനത്താവളം നേരിടുന്ന വലിയ ഭീഷണിയുടെ തീവ്രത ലോകത്തിന് മുന്നിൽ തുറന്നുകാട്ടി. ചുഴലിക്കാറ്റ് കനത്ത മഴയും അതിശക്തമായ കാറ്റും കൊണ്ടുവന്നു. ഈ സംഭവം വിമാനത്താവളം നേരിടുന്ന വലിയ ഭീഷണിയുടെ തീവ്രത ലോകത്തിന് മുന്നിൽ തുറന്നുകാട്ടി. ചുഴലിക്കാറ്റ് കനത്ത മഴയും അതിശക്തമായ കാറ്റും കൊണ്ടുവന്നു. ഇത് വിമാനത്താവളത്തിന്റെ പ്രധാന ടെർമിനലുകളിലും റൺവേകളിലും വെള്ളപ്പൊക്കമുണ്ടാക്കി. വൈദ്യുതി നിലയ്ക്കുകയും വിമാനത്താവളത്തിലേക്കുള്ള പ്രധാന പാലം ഒരു കപ്പലിലിടിച്ച് തകരുകയും ചെയ്തതോടെ ഈ വിമാനത്താവളം ഒറ്റപ്പെട്ടു. ആയിരക്കണക്കിന് യാത്രക്കാർ മണിക്കൂറുകളോളം വിമാനത്താവളത്തിൽ കുടുങ്ങി. ഈ ദുരിതം വിമാനത്താവളത്തിന്റെ ദുർബലതയെയും ഭാവിയിൽ ഇത്തരം സംഭവങ്ങളെ നേരിടാൻ എത്രത്തോളം തയ്യാറെടുപ്പുകൾ ആവശ്യമാണെന്നും എടുത്തു പറയുന്ന ഒന്നായിരുന്നു. ഒരു എഞ്ചിനീയറിംഗ് അത്ഭുതം. ഒസാക്ക ഉൾക്കടലിലെ 2 കൃത്രിമ ദ്വീപുകളിലായാണ് കൻസായി വിമാനത്താവളം നിർമ്മിച്ചിരിക്കുന്നത്. മൃദുലമായ കളിമൺ മണ്ണിൽ ഭീമാകാരമായ ഒരു ഘടന സ്ഥാപിക്കുന്നതിൽ ഉൾപ്പെട്ടിരുന്ന വെല്ലുവിളികൾക്ക് ആധുനിക എഞ്ചിനീയറിംഗ് വിദ്യകൾ ആവശ്യമായിരുന്നു. പൊങ്ങിക്കിടക്കുന്ന രീതിയിലുള്ള രൂപകൽപ്പന വിമാനത്താവളത്തിന്റെ ഭാരം കളിമണ്ണിന് താങ്ങാൻ കഴിയുമെന്ന് പ്രതീക്ഷ നൽകി. കൻസായി വിമാനത്താവളം കേവലം ഒരു ഗതാഗത കേന്ദ്രം മാത്രമല്ല, ജാപ്പനീസ് എഞ്ചിനീയറിംഗ് വൈദഗ്ധ്യത്തിന്റെയും അതിഥി സൽക്കാരത്തിന്റെയും പ്രതീകം കൂടിയാണ്. 2024 ലോകത്തിലെ ഏറ്റവും മികച്ച ലഗേജ് കൈകാര്യം ചെയ്യുന്ന വിമാനത്താവളമായി ഇതിനെ തിരഞ്ഞെടുക്കപ്പെട്ടു. 10 വർഷത്തിലേറെയായി ഇവിടെ ഒരു ലഗേജ് പോലും നഷ്ടപ്പെട്ടിട്ടില്ല എന്ന മികച്ച റെക്കോർഡും ഇതിനുണ്ട്. ജീവനക്കാർ, കാര്യക്ഷമത, വാസ്തുവിദ്യ എന്നിവയിലെ മികവിന് ഈ വിമാനത്താവളത്തിന് അന്താരാഷ്ട്ര അംഗീകാരങ്ങളും നേടിയിട്ടുണ്ട്. ജപ്പാനിലെ ഏറ്റവും തിരക്കേറിയ വിമാനത്താവളങ്ങളിൽ ഒന്നായ ഇത് 2024 ഏകദേശം 30.6 ദശലക്ഷം യാത്രക്കാർ 25 രാജ്യങ്ങളിലേക്ക് 91 നഗരങ്ങളിലേക്ക് യാത്ര ചെയ്യാൻ ഉപയോഗിച്ചു. താഴ്ന്നു പോകുന്നതിന്റെ ഭീഷണി ഉയരുന്നുണ്ടെങ്കിലും എന്നിരുന്നാലും ഈ എയർപോർട്ട് ഇപ്പോൾ വലിയ ഭീഷണിയിലാണ്. സ്ട്രെയിറ്റ് ടൈംസ് റിപ്പോർട്ട് ചെയ്യുന്നതനുസരിച്ച് വിമാനത്താവളത്തിന്റെ ഉപരിതലം 3.84 മീറ്റർ താഴ്ന്നുപോയി. 1980 നിർമ്മാണം ആരംഭിച്ചതിനു ശേഷം ഇത് ഏകദേശം 13.6 മീറ്റർ താഴ്ന്നു. 1994 തുറന്നപ്പോൾ ആദ്യകാല പ്രവചനങ്ങളെ കവച്ചുവെച്ച് ആദ്യത്തെ 8 വർഷത്തിനുള്ളിൽ ഏകദേശം 12 മീറ്റർ താഴ്ന്നു പോയിരുന്നു. ഇത് എഞ്ചിനീയർമാർ കണക്കാക്കിയതിലും വേഗത്തിലാണ് സംഭവിച്ചത്. വിമാനത്താവളത്തിന്റെ മൃദുലമായ കളിമൺ അടിത്തറയ്ക്ക് അതിന്റെ വലിയ ഭാരം താങ്ങാൻ കഴിയുന്നില്ല എന്നതാണ് ഈ താഴ്ചയുടെ പ്രധാന കാരണം. കൂടാതെ കാലാവസ്ഥാ മാറ്റം കാരണം ഉയരുന്ന കടൽനിരയും മറ്റ് പ്രകൃതി ശക്തികളും ഈ എഞ്ചിനീയറിംഗ് അത്ഭുതത്തെ സാവധാനം കടലിലേക്ക് താഴ്ത്തിക്കൊണ്ടിരിക്കുന്നു. ഇത് ഭാവിയിൽ അതിന്റെ നിലനിൽപ്പിന് തന്നെ ഭീഷണിയായി മാറുന്നു. കടൽനിരപ്പ് ഉയർന്നത് ചുഴലിക്കാറ്റുകളോടും കൊടുങ്കാറ്റുകളോടും ചേർന്ന് കൂടുതൽ വെള്ളപ്പൊക്കം ഉണ്ടാക്കാനുള്ള സാധ്യതയും വർദ്ധിപ്പിക്കുന്നുണ്ട്. ഈ ഗുരുതരമായ സ്ഥിതി പരിഹരിക്കുന്നതിനായി ജപ്പാൻ അടിയന്തര നടപടികൾ സ്വീകരിക്കുന്നുണ്ട്. കൂടുതൽ നാശനഷ്ടങ്ങൾ തടയുന്നതിനും വിമാനത്താവളത്തിന്റെ ദീർഘകാല സുസ്ഥിരത ഉറപ്പാക്കുന്നതിനും എഞ്ചിനീയർമാർ ഘടന സ്ഥിരതപ്പെടുത്തുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. ഇതിനായി വലിയ തോതിൽ നിക്ഷേപങ്ങളും നടത്തുന്നുണ്ട്. കടൽ ഭിത്തികൾ ശക്തിപ്പെടുത്തുന്നതിനും താഴെയുള്ള ജലസമ്മർദ്ദം കുറയ്ക്കുന്നതിനും ലംബമായ മണൽ ഡ്രെയിനുകൾ സ്ഥാപിക്കുന്നതിനും ഓപ്പറേറ്റർമാർ $150 മില്യൺ നിക്ഷേപിച്ചിട്ടുണ്ട്. ഈ സാങ്കേതിക വിദ്യകൾ മണ്ണിന്റെ ഉറപ്പ് വർദ്ധിപ്പിക്കാനും താഴ്ചയുടെ വേഗത കുറയ്ക്കാനും ലക്ഷ്യമിടുന്നു. ജാപ്പനീസ് എഞ്ചിനീയർമാർ ഈ പ്രതിസന്ധിക്ക് നൂതനമായ പരിഹാരങ്ങൾ കണ്ടെത്താൻ നിരന്തരം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. 2024 ഡിസംബറിലെ ഏറ്റവും പുതിയ വിവരങ്ങൾ അനുസരിച്ച് ആദ്യത്തെ ദ്വീപിന്റെ സ്ഥിരത മെച്ചപ്പെടുന്നുണ്ട്. അവിടെ ശരാശരി താഴ്ച വെറും 6 സെന്റിമീറ്റർ മാത്രമായിരുന്നു. എന്നിരുന്നാലും രണ്ടാമത്തെ ദ്വീപിൽ നിർമ്മാണം ആരംഭിച്ചതിനു ശേഷം ഭൂപ്രതലം 17.47 മീറ്റർ കുറഞ്ഞു. 2024 ഈ ദ്വീപിലെ 54 അളക്കുന്ന സ്ഥലങ്ങളിലെ ശരാശരി താഴ്ച 21 സെന്റിമീറ്റർ ആയിരുന്നു. ഇത് രണ്ടാമത്തെ ദ്വീപിലെ സ്ഥിതി കൂടുതൽ ഗുരുതരമാണെന്ന് സൂചിപ്പിക്കുന്നു. ഈ വിമാനത്താവളത്തിന്റെ നിലനിൽപ്പ് ജപ്പാനും ലോകത്തിനും ഒരുപോലെ പ്രധാനമാണ്. കൻസായി വിമാനത്താവളം അതിന്റെ മികവുകളും വെല്ലുവിളികളും കൊണ്ട് ഇന്നും ലോകത്തെ അത്ഭുതപ്പെടുത്തുന്ന ഒന്നാണ്. ജപ്പാന്റെ ഈ പോരാട്ടം ഭാവിയിൽ സമാനമായ വെല്ലുവിളികൾ നേരിടുന്ന മറ്റു രാജ്യങ്ങൾക്ക് ഒരു പാഠമായി മാറും.